ഹലോ, ഇന്നെനിക്ക് പറയാനുള്ളത് എൻ്റെ ചേട്ടനെ പറ്റിയാണ്. കുഞ്ചാച്ചൻ. കുഞ്ചാച്ചൻ എന്ന് പറയുന്ന വ്യക്തി സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു പെരുവേറും കുറ്റിയായിരുന്നു. അതായത് നമ്മൾ പുട്ടുകുറ്റിയിൽ ചില്ലില്ലാതെ നടക്കത്തില്ലേ, അതുപോലെയായിരുന്നു. എന്തോരം ഭക്ഷണം കൊടുത്താലും ഫുഡ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു. ഫുഡിൻ്റെ കാര്യം മാത്രമല്ല, എന്ത് സാധനമാണെങ്കിലും എല്ലാം ഒത്തിരി വേണം. അങ്ങനെയായിരുന്നു ഈ കുഞ്ചാച്ചനെ അപ്പൻ പണ്ട് ടൗണിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പട്ടുകടിച്ച കഥയെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇതിനാശം കോട്ടയത്ത് അപ്പൻ എപ്പോഴും വെജിറ്റേറിയൻ ഹോട്ടലിലെ പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾക്ക് കിട്ടുന്ന മീറ്റ് എന്നാന്ന് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇതുകൊണ്ട് എപ്പോഴും വെജിറ്റേറിയൻ ഹോട്ടലാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം കോട്ടയത്ത് ആനന്ദ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ AC നോൺ AC ഉണ്ട്. അപ്പം ഈ കുഞ്ചാച്ചൻ 5ലോ 6ലോ നടത്തണം പെരുവേറും കുറ്റിന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. കാരണം ഈ ACയുടെ അവിടെ കയറിയിട്ട് കുഞ്ചാച്ചൻ ആദ്യം ഒരു മസാല ദോശ മേടിക്കും. മസാല ദോശ അങ്ങോട്ട് കഴിയുമ്പോൾ അപ്പൻ ചോദിക്കും. എൻ്റെ അപ്പനാണെങ്കിൽ വളരെ മിനിമലായിട്ടും ഭക്ഷണം കഴിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ അപ്പനൊക്കെ ആണെങ്കിൽ ഒരു മസാല ദോശ കഴിച്ചാൽ പിന്നെ അന്ന് വൈകിട്ട് കൂടെ ഒന്നും കഴിക്കത്തില്ല. അങ്ങനെയാണ്. അപ്പം ഈ മസാല ദോശ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞ് അവസാനത്തെ പിടി വായിലോട്ട് ഇടുന്നത് അതായത് ഇത്രയും കൂടെ നീളം മിച്ചം വരുമ്പോഴും അപ്പത്തേക്ക് എന്നാ ഒരു പൂരി സെറ്റ് കൂടെ എന്ന് പറയും. അപ്പൊ ആ പൂരി സെറ്റ് വരെ അതിൽ 3 പൂരിയുണ്ട്. അതിൽ 2 പൂരി തീർന്നിട്ട് 3ാമത്തത് വായി കുത്തി കയറ്റുമ്പോൾ എന്താ ഒരു സെറ്റ് ചപ്പാത്തിയും കൂടെ വേണമെന്ന്. അമ്മ ഒരു സെറ്റ് ചപ്പാത്തിയും ഒരു ചായയും, അതായത് ഒരു മസാല ദോശ, ഒരു പൂരി സെറ്റ്, ഒരു സെറ്റ് ചപ്പാത്തിയും, ഒരു ചായയും കൂടെ കുടിച്ചു കഴിയുമ്പം ഒരു ഐസ്ക്രീമും കൂടെ കൊടുക്കും. ആ ഐസ്ക്രീമും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുഞ്ചാച്ചനോട് അപ്പൻ ചോദിച്ചു, വയറൊന്ന് അറിഞ്ഞോടാ മതിയോടാന്ന് ചോദിച്ചു. കുഞ്ചാച്ചൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞ് ബില്ലടിച്ചിറങ്ങി AC-യുടെ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി. കുഞ്ചാച്ചൻ പറയാം, അപ്പാ നമുക്ക് നോൺ AC കയറി ഒരു മസാല ദോശ ഇങ്ങോട്ട് കഴിച്ചല്ലോ. ഇപ്പം ചിന്തിക്കുമ്പം എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ ബിസിനസ് എന്തുകൊണ്ട് പച്ച പിടിച്ചില്ലായിരുന്നു എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് JC റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഹോട്ടലായിരുന്ന സമയത്ത് ഡെയിലി ആദ്യം പഠിക്കുന്നതിലൊരു 20 പൊറോട്ട നമ്മളെ വീട്ടിലോട്ട് തന്നെ വേണം. കാരണം ഒരു 10 പൊറോട്ട കുഞ്ചാച്ചിന് വേണം. ബാക്കി 10 പൊറോട്ടയാണ് ബാക്കി ഞങ്ങൾ 5 പേര് കഴിക്കുന്നത്. മനസ്സിലായോ? 10 പൊറോട്ട എങ്കിലും വേണമായിരുന്നു ആ വയറൊന്ന് നിറയ്ക്കാൻ. എൻ്റെ ഫോണിലൊരു ഫോട്ടോ കിടപ്പുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂട്ടിരിക്കുക. അതായത് വീട്ടിൽ കുറച്ച് ഉഴുന്നവട മേടിച്ചത് എങ്ങനെ കഴിച്ചു എൻ്റെ പഴയ ഫോൺ വേണം. പറ്റുവാണെങ്കിൽ ഞാൻ അത് അറ്റാച്ച് ചെയ്ത് തരാം. എനിക്ക് പക്ഷെ കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾക്ക് ചോറിന് ഒരുപോലെയായിരുന്നു ഇരുത്തി ചോറ് തരുന്നത്. അപ്പം നമുക്ക് മുട്ട പൊരിച്ച് തരും. അത് നമുക്ക് 3നും എല്ലാം ഈക്വലായിട്ട് എല്ലാം തരത്തുള്ളൂ. അപ്പം ഈ കുഞ്ചാച്ചൻ്റെ പരിപാടി എന്നാ വെച്ചാൽ ഈ കുഞ്ചാച്ചൻ്റെ മുട്ട കിട്ടുന്ന ഇടമേ കുഞ്ചാച്ചൻ എന്നാ വരുന്നത് സമൂസ പോലെ മടക്കി അങ്ങ് വായിലോട്ടിടും. ഞാനും ചേച്ചി അപ്പോഴും അറ്റത്തുനിന്ന് കരുന്ന് തിന്നുന്നതായിരിക്കും. കണ്ണ് പ്ലേറ്റിൽ നിന്ന് തെറ്റിയാൽ, അതായത് നമ്മളൊന്ന് തുമ്മുവോ അല്ലെങ്കിൽ എന്തായാലും ഒരു ഇങ്ങനെ മൂക്കുകയോ ചെയ്തിട്ട് തരാൻ നോക്കിയാൽ നമ്മുടെ പ്ലേറ്റിലെ മുട്ട കാണത്തില്ല. ആണ് പാവം ഞങ്ങളുടെ അമ്മ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുമിച്ച് കഴിക്കുന്ന അവസാനമൊക്കെ ആയപ്പോഴത്തേക്കുള്ളൂ ഞങ്ങളുടെ 2 പേരുടെ എൻ്റെയും ചേച്ചി അവസാനമൊക്കെ ആയപ്പോൾ പാവം എന്തോ ചെയ്യുമെന്നറിയാമോ? മുട്ടയാനയും പൊരിച്ചിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചോറിട്ട് മൂടി തരേണ്ട അവസ്ഥയാണ്. കാല് പിടിക്ക് വന്നാൽ നമ്മുടെ കാല് ഞാൻ ഇപ്പോൾ സോഫയുടെ അവിടെ ആയിരുന്നു കഴിക്കണമെങ്കിൽ കുഞ്ചാസിന് ആദ്യം കാല് കൊടുത്തിട്ട് ലഭിച്ചു പ്ലീസ് എന്ന് കാണിക്കും. അപ്പം നമ്മൾ ഓർക്ക് കൊതി വിടണ്ട എന്നോർത്ത് നമ്മുടെ മീൻ കഷ്ണോ ഇറച്ചിയോ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ അത് ഒറ്റ വിഴുന്ന് വായിലോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. കുഞ്ചാച്ചൻ ചോറിൽ ആദ്യം കുഞ്ചാച്ചൻ്റെ സാധനം മൂടിയിട്ടിട്ടുണ്ടായിരിക്കും. അതെടുത്ത് നമ്മളെ കാണിക്കും. നമ്മൾ പറയാം അപ്പം എൻ്റെ കഴിഞ്ഞല്ലോ എന്ന് പറയാം. അപ്പം ഞാൻ പറയുന്ന ഇത് എൻ്റെയാ എന്ന് പറയും. അതായിരുന്നു കുഞ്ഞിലത്തെ എൻ്റെ അവസ്ഥ. ഞാൻ വരെ പോലെ ഞാൻ ചേച്ചി വെബ്ദരെ പോലെ കുഞ്ചാച്ചനൊരു ബോഡി ഷേമിങ് ആയി പോവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ പറയാനൊന്നുമില്ല. എൻ്റെ കുഞ്ചാച്ചൻ സൂപ്പറല്ലേ. പ്രത്യേകിച്ച് ഗുണവാട ഇതിനൊന്നും പറയാനൊന്നുമില്ല. കാരണം ഇതൊക്കെ വെറും ഓർമ്മകൾ മാത്രമാണ്. കാരണം ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ വർഷങ്ങളായി. ഞങ്ങൾ 3ഉം ഒരുമിച്ചൊരു വീട്ടിലുണ്ടായിട്ട് തന്നെ ഇപ്പം നാളുകളായി. കഴിഞ്ഞൊരിടയ്ക്കാണ് കുറേ വർഷം കൂടി കാണുന്നത്. എൻ്റെ കല്യാണത്തിനാന്ന് തോന്നുന്നു കുറേ വർഷം കൂടി ഞങ്ങൾ 3 പേരോട് ഒരുമിച്ച് വീട്ടിലുണ്ടാകുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്നത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ അമ്മമാരുടെ പിള്ളേരൊക്കെ ഇതുപോലെ 3 പേര് ഇപ്പം തമ്മിൽ തല്ലിയൊക്കെ ആണെങ്കിൽ തമ്മിൽ തല്ലിക്കോട്ടെ. പിന്നെ ഇതൊക്കെ ഓരോ ഓർമ്മകളല്ലേ.
ഞാൻ ഇപ്പം എത്ര പേര് എന്നോട് എന്റെ വീഡിയോ കണ്ടിട്ടാണ് നിൽക്കുക, ഞങ്ങൾക്ക് ഇതുപോലെ പറയാനൊന്നും ഇല്ലല്ലോ എന്ന്. ഗുണപാഠമൊന്നുമല്ല ഹേ, എല്ലാം മിസ്സിംഗ് ആണ് ഹേ.